എന്റെ ജീവിതം അല്ല മാർച്ച് 16-ാം തീയതി. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഇത് മത്സരിക്കണോ വേണ്ടോ എന്ന് തീരുമാനം എടുക്കുന്നതിന് തൊട്ട് പിന്നെ എന്നെ വിളിച്ച് ഈ രീതി നശിപ്പിച്ചപ്പോ ഈ സാബു ജേക്കബിന്റെയും ഗോപകുമാറിന്റെ മുന്നിൽ ഇരുത്തി രണ്ടെണ്ണത്തിനോട് ഞാൻ പറഞ്ഞു. അതായത് ഗോപകുമാർ ഞാൻ സാബു ജേക്കബോട് സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് വരെ സംസാരിച്ചു. അതെനിക്ക് ഇഷ്ടമില്ല. ഇടയ്ക്ക് വരെ സംസാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് അഖിൽ വലിയ ആളാണെന്നൊരു വിചാരം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരക്ഷരം വേണ്ടി അതിന്റെ ചെവുക്കല്ലടിച്ചാൻ പറയും. പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാൽ മതി. ഇത് ബഹളമായി. കാരണം ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ചതിച്ചതിന് ആദ്യം മാപ്പ് പറയണം. അല്ലെങ്കിൽ വേണ്ട, എന്തോന്ന് വേണ്ടെന്ന് മാപ്പ് പറഞ്ഞിട്ട് പോടാ. ആദ്യം മാപ്പ് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കണം, അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാമോ എന്ന് എന്നോട് ചോദിച്ചാൽ. സത്യമായി പറയുന്നവനായി രാജാക്കന്ന് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. ഞാൻ സമ്മതിക്കും. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കല്ലടിച്ച് ഞാൻ പറിക്കും. ഇനി അവനെന്റെ മുന്നിൽ വരട്ടെ, പവർ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇറങ്ങി പോകുന്നു പറഞ്ഞു. ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഫെബ്രുവരി 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് പറഞ്ഞതാണ്, സാർ എനിക്ക് വേണം തൃക്കാക്കര ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. തൂക്കിയല്ലോ നാദാ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നമ്മുടെ എ ക്ലാസ് ഉണ്ടല്ലോ പെരുമ്പാവൂല അതല്ല ഉദ്ദേശം. ഞാൻ മാറി 2020 കൊടുക്കുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടില്ല. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു പെരുമ്പാവൂരാണ്, കുന്നത്തുനാട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത എ ക്ലാസ് ഉണ്ടല്ലോ. നീ കാള വാല് പൊക്കിയപ്പോഴേ ഞാൻ കരുതിയതാ അത് നിന്റെ തലയിൽ ചാണകമിടാനായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു അല്ല, നമുക്ക് തൃക്കാക്കര ജയിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് തെരഞ്ഞെടുത്ത അമ്മയെന്ന് വിളിച്ച ഞാൻ ഇതിനകത്ത് കേറാറുള്ളൂ. മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയ്യോ, ഞാനത് വിട്ടുപോയി, ഓർമ്മിപ്പിച്ചത് നന്നായി. നാട്ടുകാരുടെ മുമ്പിൽ നാട്ടിച്ചില്ലേ അവൻ എന്നെ. വെയിറ്റ് ചെയ്യ്, മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാ ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ കളിയാക്കി ചിരിക്കലല്ല. ഇതാ നിന്റെ കുഴപ്പം, കുഞ്ഞു പിള്ളേരെ സ്വഭാവ ഉള്ളാന്തീട്ടാ. ഞാൻ പറയുന്നത് വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഞാൻ പറയുന്നത് ചോദിക്കുക. ഇത് കാണിച്ചല്ലോ, ഇനി ഞാൻ പറയും. അഖിൽമാരെ പ്രവോക്കാൻ ഒരു കാര്യമില്ല. പറഞ്ഞാണിത് വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഞാൻ തന്നെ പറഞ്ഞതാണെന്ന്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. പക്ഷേ ഞാൻ ചൂടായെന്നാ പറഞ്ഞത്. നന്നായി സംസാരിക്കും. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ അങ്ങോട്ട് കൂടി. നാക്കിട്ടടിയിൽ എല്ലാ കാലവും എല്ലാ കാര്യം പറ്റിക്കാൻ പറ്റുന്ന ആശ്മിയോട് പറയും. മനസ്സിലായോടാ? മനസ്സിലായോന്ന്